ബാക്ക് ടു സാലം ലേണിംഗ്. നിയാമസാണ്. മക്കളെല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എക്കണോമിക്സിലേക്ക് കുറച്ച് അധികം ദിവസമാണല്ലേ, 27th നമ്മുടെ എക്സാം വരുന്നത്. കുറെ ദിവസമുണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ പഠിക്കാനായിട്ടുള്ള ടൈം ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണം, എക്കണോമിക്സ് കൂടെ കുറച്ച് പഠിക്കണം കേട്ടോ. ഇന്ന് ഈ വീഡിയോയിൽ മിസ് എത്തിയിട്ടുള്ളത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ 4th and 6th ചാപ്റ്റർ, അതായത് പ്രസന്റേഷൻ ഓഫ് ഡേറ്റയിൽ നിന്നും കോറിലേഷനിൽ നിന്നും ഉള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ചെയ്ത് പഠിക്കും, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. സോ ഈ 2 ചാപ്റ്ററിൽ നിന്നും എന്തുതരം കണക്ക് ചോദിച്ചാലും നമ്മൾ ചെയ്യാൻ വേണ്ടി അടിപൊളിയായിട്ട് പഠിച്ചിരിക്കും. 4ാമത്തെ ചാപ്റ്ററിൽ നമുക്കറിയാം ഡയഗ്രത്തിന്റെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ കണക്ക് എവിടെ മിസ് എന്ന് ചോദിക്കും. പക്ഷെ പൈ ചാർട്ടിൽ കണക്കുണ്ട്, ഒപ്പം തന്നെ OGS-ലും കണക്കില്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, പൈ ചാർട്ടിലെ കണക്ക് ഫസ്റ്റ് നോക്കാം. അപ്പൊ പ്രസന്റേഷൻ ഓഫ് ഡേറ്റയിലെ ഡയഗ്രാം ആണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്, പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡ്രോ പൈ ഡയഗ്രാം അക്കോർഡിംഗ് ടു ഡേറ്റ. പൈ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡേറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ട്. സോ ഫുഡ് എക്സ്പെൻഡിച്ചർ ആണ് തന്നിട്ടുള്ളത്. എല്ലാം നമുക്ക് ഉണ്ട്. ക്ലോത്തിങ്ങിന് 60, ഷെൽറ്ററിന് 300, എഡ്യൂക്കേഷൻ 600, ഹെൽത്തിന് 250, മിസ്ലേനിയസിന് 200. സോ നമുക്ക് മനസ്സിലായി, സംഭവമൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ എന്തില്ല, ഇവിടെ പെർസെന്റേജ് തന്നിട്ടില്ല. പെർസെന്റേജ് തന്നാൽ മാത്രമേ അത് ആംഗിൾ ആക്കാൻ നമുക്ക് അറിയുള്ളൂ അല്ലെ. പക്ഷെ പെർസെന്റേജിലേക്ക് ആക്കാൻ നമുക്ക് അറിയാലോ. സോ നമ്മൾ എന്ത് ചെയ്യാ, എക്സ്പെൻഡിച്ചറിന് ടോട്ടൽ എടുക്കാം. 400 + 60 + 300 + 600 + 250 + 200 എത്ര കിട്ടും? 1810 എന്ന് കിട്ടും ടോട്ടല്. ഇനി എന്ത് ചെയ്യാ, ഓരോ ഡിജിറ്റിനെ 400-നെ 110 കൊണ്ട് 1810 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുക. അതേപോലെ 16-നെ ചെയ്യുക 1810 ഇൻറ്റു 100. 300 ഡിവൈഡഡ് ബൈ 1810 ഇൻറ്റു 100. അങ്ങനെ ഓരോന്നിനെയും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ പെർസെന്റേജ് കിട്ടും. ചെയ്താലോ, 400 ഡിവൈഡഡ് ബൈ 1810 ഇൻറ്റു 100 എത്ര കിട്ടി? 22.09 എന്ന് കിട്ടി. അടുത്തത് 60 ഡിവൈഡ് ബൈ 1810 ഇൻറ്റു 100 3.31 എന്ന് കിട്ടി. ഇനി 300 ഡിവൈഡഡ് ബൈ 1810 ഇൻറ്റു 100 16.57 എന്ന് കിട്ടി. ഇനി 600 ഡിവൈഡഡ് ബൈ 1810 ഇൻറ്റു 100 ചെയ്തു. എത്ര കിട്ടി നമുക്ക്? 33.14 കിട്ടി. ഇനി 250 ഡിവൈഡഡ് ബൈ 1810 ഇൻറ്റു 100 ചെയ്യാം. എത്ര കിട്ടും നമുക്ക്? 13.81 കിട്ടും. ഇനി ലാസ്റ്റ് 200 ഡിവൈഡ് ബൈ 1810 ഇൻറ്റു 100 എത്ര കിട്ടും? 11.04 എന്ന് കിട്ടും. നിങ്ങളൊരു സംശയമുണ്ട്, മിസ് കിട്ടിയ ആൻസർ ഒക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ടോട്ടൽ എടുക്കാം. ഇത് നമുക്ക് ടോട്ടൽ 100 തന്നെ കിട്ടും. ടോട്ടൽ നോക്കാം, 22.09. ഒന്ന് അങ്ങോട്ടും കൂടെ 99.98 ഒക്കെ കിട്ടിയാൽ ശരിയാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ കുഴപ്പമില്ല. ഒരുപാട് ഡിഫറൻസ് വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ. സോ 3 അടുത്തത് 3.31 പ്ലസ് 16.57 പ്ലസ് 33.14 പ്ലസ് 13.81 പ്ലസ് 11.04. അയ്യോ, എത്ര കിട്ടി? 99.96 എന്ന് കിട്ടി. 100 തൊട്ടടുത്ത നമ്പർ ആണ്. ചിലപ്പോൾ പോയിന്റ് 2 പോയിന്റ് എക്സ്ട്രാ. ഇപ്പൊ ഞാൻ 09 ഇവിടെ ഒരു ഡിജിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് 100 കിട്ടുമായിരുന്നു. അങ്ങനെ എടുക്കുന്ന ഡിജിറ്റ് അനുസരിച്ച്, ഇപ്പം 0 കഴിഞ്ഞിട്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുന്ന ഡിജിറ്റിന്റെ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ. 1 എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 99 ആയിരിക്കും കിട്ടുക. 2 എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ 99.96 ആയിരിക്കും കിട്ടുക. അപ്പൊ 100 അടുത്താണ്. സോ നമുക്ക് എന്താ മനസ്സിലായി, നമ്മളെ ചെയ്തതിൽ തെറ്റില്ല, കറക്റ്റ് ആണ് കിട്ടിയത്. ഇനി ആംഗിളേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ കിട്ടിയ നമ്പറുകളെ ഇൻറ്റു 3.6 ചെയ്താൽ മതി. ഇൻറ്റു 3.6 ചെയ്യാം. 22.09 ഇൻറ്റു 3.6 79.52. 3.31 ഇൻറ്റു 3.6 11.91. 3.6 ഇൻറ്റു 16.7 59.65. 33 അടുത്തത് 33.14 ഇൻറ്റു 3.6 119.30. അടുത്തത് 13.81 ഇൻറ്റു 3.6 49.7. അടുത്തത് 11.04 ഇൻറ്റു 3.6
39.7. ഇനി ഇതിന്റെ ടോട്ടൽ എടുക്കണം. ഇതിന്റെ ടോട്ടൽ എത്ര വേണം നമുക്ക്? 360 കിട്ടണം, എന്നാലേ ശരിയാവുള്ളൂ കേട്ടോ. സോ കാൽക്കുലേറ്റ് ചെയ്തേ. 79.52 പ്ലസ് 11.91 പ്ലസ് 59.65 പ്ലസ് 119.30 പ്ലസ് 49.7 പ്ലസ് 39.7 എത്ര കിട്ടി? 359.78 എന്ന് കിട്ടി. 360യോടെ അടുത്ത നമ്പറാണ്. അതും കുഴപ്പമില്ല, കാരണം ഡിജിറ്റുകൾ ഇപ്പോ ഞാൻ ഡെസിമൽ കഴിഞ്ഞിട്ട് ഡിജിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തന്നെ ആ ഒരു എമൗണ്ട് ആയിരിക്കും വരിക. പക്ഷെ 350 ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തതിൽ തെറ്റാണെന്ന് അർത്ഥം കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് മനസ്സിലായി, കാൽക്കുലേഷൻ എല്ലാം കറക്റ്റ് ആയി. ഇനി പൈ ഡയഗ്രം വരയ്ക്കാൻ നമുക്കറിയാലോ. എന്ത് വേണം? സർക്കിൾ വേണം. സർക്കിൾ എടുത്തിട്ട് കൃത്യമായിട്ട് അളവ് വരയ്ക്കാൻ പിന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഇതാണ് ഇവിടെ കാൽക്കുലേഷനിൽ വരുന്നത്. ഇനി അടുത്തെന്ന് പറയുന്ന നോക്കിക്കേ, ഒജിയ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒജിയുടെ കാൽക്കുലേഷൻ എങ്ങനെയാ വരിക? ഇതേപോലെ ടേബിൾ നമ്മളടുത്ത് ഉണ്ടാവും. ടേബിൾ തന്നതിന് ശേഷം നമ്മളടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? ലെസ് ദാനും മോർ ദാനും ഒജി വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ദാനും മോർ ദാനും കൺസ്ട്രക്ട് ചെയ്യാം. ലെസ് ദാനിൽ എന്താ വരിക? എല്ലാ അപ്പർ ലിമിറ്റുകളല്ലേ വരിക. സോ എല്ലാ അപ്പർ ലിമിറ്റും എഴുതി വെച്ച് ലെസ് ദാൻ 5, ലെസ് ദാൻ 10, less than 15, less than 20, less than 25, less than 30, less than 35, less than 40. ഇനി മക്കളെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താ ചെയ്യുക? ആഡ് ചെയ്ത് പോവല്ലേ. ആദ്യത്തെ ഡിജിറ്റ് അതേപോലെ എഴുതി. അടുത്തത് 4 + 6 10 + 10 20, വീണ്ടും +10 30 +25 55 +22 77 +18 95 +5 100. അപ്പൊ ടോട്ടൽ 100 ആണോ? ഇതിന്റെ ടോട്ടൽ 100 ആണോ? ആണ്. ഇതിന്റെ ടോട്ടൽ 100 ആണ്. എങ്കിൽ ഇവിടെയും 100 വരണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്നത് തെറ്റെന്നാണ് അർത്ഥം. ഇനി എന്ത് ചെയ്യാം? മോർ ദാൻ ചെയ്താലോ? മോർ ദാനിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? എല്ലാ ലോവർ ലിമിറ്റും അല്ലേ. സോ എല്ലാ ലോവർ ലിമിറ്റും മോർ ദാൻ 0, മോർ ദാൻ 5, മോർ ദാൻ 10, മോർ ദാൻ 15, മോർ ദാൻ 20, മോർ ദാൻ 25, മോർ ദാൻ 30, മോർ ദാൻ 35. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താ പറയാ? ടോട്ടൽ നിന്ന് ഡിഡക്ട് ചെയ്യുക. ടോട്ടൽ എത്രയാണ്? 100. സോ 100 ഞാൻ ആദ്യമേ 100 എഴുതി. 100 - 4 96 96 - 6 90 90 - 10 80 80 - 10 70 70 - 25 45 45 - 22 23 23 - 18 5. സോ ഇവിടുത്തെ 5 തന്നെ ഇവിടെ ലാസ്റ്റ് വരണം. കാരണം ഇനി മൈനസ് ചെയ്ത 0 കിട്ടണം. നമ്മളിപ്പോ 18 വരെല്ലാം മൈനസ് ചെയ്തോളൂ. ഇപ്പൊ നമുക്ക് 5 കിട്ടി. ഈ 5ൽ നിന്ന് അടുത്ത 5 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുക. അപ്പം കറക്റ്റ് ആയിട്ട് അടുത്തത് മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അതായത് ഇവിടുത്തെ ഡിജിറ്റ് തന്നെ ഇവിടെ ലാസ്റ്റ് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണെന്നാണ് അർത്ഥം. ഈ കാൽക്കുലേഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് എന്തില്ല, എളുപ്പമാണ് എന്ത് വരയ്ക്കാനായിട്ട്, ഒജി വരയ്ക്കാനായിട്ട്. മീഡിയൻ കണ്ടുപിടിക്കാൻ അതിലും എളുപ്പമാണ്. കൃത്യമായിട്ട് ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ രണ്ട്, ഇപ്പൊ ഇത് ലെസ് ദാൻ ഇങ്ങനെ വരും, മോർ ദാൻ ഇങ്ങനെ വരും എന്ന് വെച്ചോ. ഇവർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് താഴോട്ട് വരയ്ക്കുക. അത് നിങ്ങൾ വരച്ച് നോക്കണം കേട്ടോ. കറക്റ്റ് ആയിട്ട് വരച്ച് നോക്കണം. നമ്മൾ കൃത്യമായിട്ട് ഓരോന്ന് വരച്ച് നോക്കിയാൽ മാത്രമേ നല്ലോണം പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വീഡിയോ കണ്ടിരുന്നാൽ മാത്രം നമുക്കത് കൃത്യമായിട്ട് കത്തത്തില്ല. സോ ഓരോ പ്രോബ്ലം കഴിയുമ്പോഴും ഓരോ പേപ്പർ എടുത്ത് ഒന്ന് വരച്ച് നോക്കുക. ഞാൻ വരച്ച് ശരിയാണോ, ഓക്കെ ആണോ, ഓക്കെ ആയിട്ട് വരുന്നുണ്ടോ, ടൈമിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ചില കുട്ടികൾ എന്ത് ചെയ്യും, നല്ല ഭംഗിക്കൊക്കെ വരയ്ക്കും. തെറ്റി അവിടെ ഇങ്ങനെ മായ്ച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഒരു ഡയഗ്രാം അങ്ങ് വരച്ചുകൊണ്ടിരിക്കും. പക്ഷെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആരെഴുതും? അപ്പോഴത്തേക്ക് ബെല്ലടിക്കും. പിന്നെ കരച്ചിലായി, ടെൻഷനായി, എഴുതാൻ പറ്റിയില്ല എന്നായി. അങ്ങനെ ഒന്നും വരരുത്. കൃത്യമായിട്ട് വേഗം തന്നെ ഡയഗ്രാം ഒക്കെ വേഗം തന്നെ വരച്ച് തീർക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് വേഗം വരച്ച് തീർക്കാനായിട്ട് പറ്റുള്ളൂ. സോ 4th ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഇത് 2 മാത്രമാണ്. ഇത് പ്രോബ്ലംസ് കൂടി പറയാൻ പറ്റില്ല. എന്നാൽ കുറച്ച് ഇക്വേഷൻസ് ഒന്നും ഇല്ല അല്ലെ, വളരെ സിമ്പിൾ ആണ്. പക്ഷെ 6th ചാപ്റ്റർ അങ്ങനെയല്ല. കോറിലേഷനിൽ എന്തുണ്ട്? നമുക്ക് ഇക്വേഷൻ വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് എക്സും വൈയും തന്നിട്ടുണ്ട്. 2 വേരിയബിൾസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് പഠിച്ചു വെക്കുക. R is equal to n sigma xy minus sigma x into sigma y whole divided by 2 റൂട്ട് ഉണ്ട് നമുക്ക്. റൂട്ട് ഓഫ് n sigma x square minus sigma x the whole square into n sigma y square minus sigma y the whole square. ഇനി ചെയ്താലോ? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കുറേ ഭാഗങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. x into y ചെയ്യണം.
സിഗ്മ എക്സ്, എക്സിന്റെ ടോട്ടൽ വേണം, സിഗ്മ വൈ, വൈയുടെ ടോട്ടൽ വേണം. അതായത് എക്സിന്റെ ടോട്ടല് വൈയുടെ ടോട്ടല്, എക്സും വൈയും ഇൻഡ് ചെയ്തിട്ട് അതിന്റെ ടോട്ടലും വേണം. എക്സ് സ്ക്വയർ വേണം, എക്സിന്റെ സ്ക്വയറുകളുടെ ടോട്ടലും വേണം, വൈന്റെ സ്ക്വയറുകളുടെ ടോട്ടലും വേണം. അങ്ങനെ എല്ലാത്തിനും നമുക്ക് വേണ്ടേ. ഇനി എന്ത് ചെയ്യാം, എല്ലാത്തിനും നമുക്ക് എഴുതാം. എക്സിന്റെ ടോട്ടൽ നമുക്ക് വേണേ 2 + 4 + 6 + 8 എത്ര കിട്ടും? 20. നിങ്ങൾ നോക്കിയാൽ മതി, മനക്കണക്ക് ചെയ്യാനാണ് എളുപ്പം. 8 2 10, 16 4 20. ഇവിടെ 4 2 6, 6 3 9, 10 11 അല്ലെ? കറക്റ്റ് അല്ലേ? കാൽക്കുലേറ്റ് ചെയ്യേണ്ടവർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മനക്കണക്ക് എളുപ്പമായിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഒരുപാട് കുട്ടികൾക്ക് എന്താ പറയാ, പരീക്ഷ ഹാളിൽ കയറുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടാണ് 2 + 2 എത്ര, 1 + 1 എത്ര എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പൊ കാൽക്കുലേറ്റർ യൂസ് ചെയ്തോളൂ കേട്ടോ. ജസ്റ്റ് മനക്കണക്കൊക്കെ ചെയ്ത് ടെൻഷൻ അടിച്ചിട്ട് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റി പോകണ്ട. സോ ടോട്ടല് കിട്ടി, സിഗ്മ എക്സ് കിട്ടി, സിഗ്മ വൈ കിട്ടി. ഇനി എക്സ് ഇൻറ്റു വൈ, 2 × 2 4, 4 × 3 12, 6 × 4 24, 8 × 2 16. ടോട്ടൽ എടുത്തേ. 4 + 12 + 24 + 16 56 എന്ന് കിട്ടും. ഇനി എക്സിന്റെ സ്ക്വയർ, 2 ന്റെ സ്ക്വയർ 4, 4 ന്റെ സ്ക്വയർ 16, 6 ന്റെ സ്ക്വയർ 36, 8 ന്റെ സ്ക്വയർ 64 അല്ലേ? അല്ലേ? ആണ്. ഇനി വൈന്റെ സ്ക്വയർ, 2 ന്റെ സ്ക്വയർ 4, 3 ന്റെ സ്ക്വയർ 9, 4 ന്റെ സ്ക്വയർ 16, 2 ന്റെ സ്ക്വയർ വീണ്ടും 4. കാൽക്കുലേറ്റ് ചെയ്യുക ടോട്ടല്. 4 + 16 + 36 + 64 120. ഇനി വൈന്റെ ടോട്ടൽ, വൈ സ്ക്വയറിന്റെ ടോട്ടല് 4 + 9 + 16 + 4 33. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതേ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം 6 മിസ് എൻ എന്താണ്, മിസ് എൻ എന്താണ്? എന്നെ നോക്കട്ടെ, ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ടെന്നുള്ളതാണ്. 1 2 3 4. സോ n = 4. n എത്രയാണ്? 4 ആണ്. സോ 4 × സിഗ്മ എക്സ് വൈ, എക്സ് വൈ ടോട്ടൽ എത്രയാണ്? 56. 56 മൈനസ് സിഗ്മ എക്സ് എത്രയാണ്? 20. സിഗ്മ വൈ എത്രയാണ്? 11. 20 × 11. ഓക്കെ അല്ലേ? ഡിവൈഡ് ചെയ്യുക, 2 റൂട്ട് ഇട്ട് കൊടുക്കുക. n അതേപോലെ എഴുതി. സിഗ്മ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിന്റെ ടോട്ടൽ 120 മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്, എക്സിന്റെ ഹോൾ സ്ക്വയർ ആണ്. വെറുതെ വീണ്ടും 120 എഴുതി വെക്കരുത്. 20യുടെ ഹോൾ സ്ക്വയർ ആണ്. ഹോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുമ്പോൾ തന്നെ അത് കത്തിക്കണം കേട്ടോ. ഹോൾ സ്ക്വയർ ആണ്. ഇനി അടുത്തത് n, വൈ സ്ക്വയർ എത്രയാണ് മക്കളെ? വൈ സ്ക്വയർ ടോട്ടല് 33 ആണ്. 33 മൈനസ് സിഗ്മ വൈ എത്രയാണ്? 11. 11ന്റെ ഹോൾ സ്ക്വയർ ആണ്. 11ന്റെ ഹോൾ സ്ക്വയർ ആണ്. ഇനി എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാവേ. 4 × 56 224 മൈനസ് 20 × 11 220 ഡിവൈഡഡ് ബൈ 2 റൂട്ട് 4 × 120 480 മൈനസ് 20യുടെ സ്ക്വയർ 400 അല്ലേ? ഇനി അടുത്തത് 4 × 33 എത്രയാണ്? 132 മൈനസ് 11ന്റെ സ്ക്വയർ എത്രയാണ്? 121 അല്ലേ? 121. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? റൂട്ടൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. 224 മൈനസ് 220 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് അല്ലെ? 4 അല്ലേ വരുന്നത്? അതെ, 4 ആണ് വരുന്നത്. ഇനി നമ്മൾ 2 റൂട്ട് ഇട്ട് കൊടുക്കും. റൂട്ട് ഇൻഡു ചെയ്തു. 480 മൈനസ് 400 450, 400 പോയാൽ 80 ആണ്. 132ൽ നിന്നും 121 പോയാൽ 11 ആണ്. ഇനി നമുക്ക് എടുക്കേണ്ട എന്താണ്? 80ന്റെയും 11ന്റെയും റൂട്ടാണ് എടുക്കേണ്ടത്. റൂട്ട് ഓഫ് 80 എത്ര വരും? 8.9 വരും. 4 ഡിവൈഡ് ബൈ 8.9 ഇൻറ്റു 11ന്റെ സ്ക്വയർ. റൂട്ട് ഓഫ് 11 3.3 ആണ്. 31 ആണ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇൻറ്റു ചെയ്യണം. 8.9 ഇൻറ്റു 3.31 3.31 എത്ര കിട്ടി? 29.49459. അപ്പം ബാക്കി ഇങ്ങോട്ട് ചെയ്യാവേ മിസ്? ഇങ്ങോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 29.45 എന്ന് കിട്ടി. ഇനി ഡിവൈഡ് ചെയ്യാം. 4 ഡിവൈഡഡ് ബൈ 29.45 എത്ര കിട്ടും? 0.13 എന്ന് പറഞ്ഞ് കിട്ടും. നമുക്കറിയാം 1 ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഇവിടെ -0.13 ആണെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കും? അത് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇപ്പൊ 0.13 ആയതുകൊണ്ട് എന്ത് കോറിലേഷൻ ആണ്? ദേ ആർ ഇൻ എ
പോസിറ്റീവ് കോറിലേഷൻ, അതായത് ഇപ്പൊ എക്സ് കൂടുന്നതനുസരിച്ച് എന്തും കൂടും, വൈയും കൂടും. ഇനി നമുക്ക് നോക്കാനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് സ്പിയർമാനിന്റെ റാങ്ക് കോറിലേഷൻ ആണ്. റാങ്കുകൾ തന്നിട്ടുണ്ടാകും, ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ് മക്കളെ. ഇവിടെ എന്ന് പറയുന്നത് നോക്കിക്കേ, 2 റാങ്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ തന്നെ സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ 2 റാങ്കുകൾ തമ്മിൽ, റാങ്ക് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അതൊക്കെ തന്നെയാണ്, റാങ്കുകൾ തമ്മിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, നോ കോറിലേഷൻ ആണോ, പെർഫെക്റ്റ് പോസിറ്റീവ് ആണോ, പെർഫെക്റ്റ് നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ വളരെ സിമ്പിൾ ആണ്. നോക്കിക്കേ, ഇക്വേഷൻ ഇതാണ് 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n ക്യൂബ് മൈനസ് n എന്നാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഡിവിഷൻ ഇങ്ങോട്ട് ചേർത്തിടരുത്, കാരണം ഇത് മാത്രം ബാധകമായിട്ടുള്ളതാണ്. സോ ഇങ്ങോട്ട് ചേർത്തിടുമ്പോൾ ആൻസർ ഫുൾ തെറ്റിപ്പോവും. 1 വേറെ തന്നെയാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു ഡി ഉണ്ട്. എന്താണ് ഡി? ഡി എന്താണ്? ഡിയും വേണം, ഡി സ്ക്വയർ വേണം. ഡി എന്ന് പറയുന്ന ഡിഫറൻസ് ആണ്. 1 മൈനസ് 2 മൈനസ് 1, 5 മൈനസ് 5 0, 4 മൈനസ് 4 0, 2 മൈനസ് 5 മൈനസ് 3, 3 മൈനസ് 3 0. അപ്പൊ മൈനസ് 1 സ്ക്വയർ 1, 0 0 9 0, 9 പ്ലസ് 1 10, 10 അല്ലേ? 10 ആണ്. 10 കിട്ടി. ഇനി എന്താ? നമുക്ക് ഡി സ്ക്വയർ കിട്ടി. സിഗ്മ ഡി സ്ക്വയർ ആണ് 10 എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? 2 മൈനസ് 1 1, 5 മൈനസ് 5 4, 5 മൈനസ് 2 മൈനസ് 3 കറക്റ്റ്, 3 സ്ക്വയർ 9, എല്ലാം കറക്റ്റ് ആണ്. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ 10. n എന്താ മക്കളെ? എത്ര ഐറ്റംസ്? 1 2 3 4 5. എത്ര ഐറ്റംസ് ഉണ്ട്? 5 ഐറ്റംസ്. n ഈസ് ഈക്വൽ ടു 5. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ് കേട്ടോ. സോ 5 കിട്ടി. 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്. മൈനസ് n 5, 1 മൈനസ് 60 ഡിവൈഡ് ബൈ 120. നമുക്കറിയാം പകുതിയാണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0.5 കിട്ടുക. 1ൽ നിന്നും 0.5 പോയി എത്ര തന്നെയായിരിക്കും? 0.5 തന്നെ ആയിരിക്കും. സോ ദേ ആർ ഇൻ എന്ത് കോറിലേഷൻ? പോസിറ്റീവ് കോറിലേഷൻ ആണ്. എന്ത് കോറിലേഷൻ ആണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ്. സോ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് കോറിലേഷനിൽ പഠിക്കാനുള്ളത്. അടിപൊളിയായിട്ട് പഠിക്കുക. ഇനിയും ഒരുപാട് വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സജഷൻസ്, മിസ് ഇതിനെ പറ്റി വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ പറ്റി കുറച്ചും കൂടി ഞങ്ങൾക്ക് അറിയണം എന്നുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് പറയാം. അതിനനുസരിച്ചുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാ സബ്ജക്റ്റും അടിപൊളിയായിട്ട് പഠിക്കുക. ഒപ്പം തന്നെ എക്കണോമിക്സിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.